നമ്മൾ ഇന്നത്തെ പരിശുദ്ധ കുർബാന നമുക്കേവർക്കും പ്രിയപ്പെട്ടവനായിരുന്ന മാമലശ്ശേരി ജോർജ് പിതാവിന് വേണ്ടി അർപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സുദീർഘമായ പൗരോഹിത്യ മേലധ്യക്ഷ ശുശ്രൂഷകളെയും അദ്ദേഹം നമ്മളുടെ ഇടവകയ്ക്കും നമ്മളുടെ സഭയ്ക്കും വിശേഷവിധിയായിട്ട് ഭാരതത്തിലെ ലത്തീൻ സഭയ്ക്കുമെല്ലാം ചെയ്ത നന്മകളെ ഓർത്ത് നന്ദി പറയുകയാണ് നമ്മൾ. അദ്ദേഹത്തിൻ്റെ സംസ്കാര ദിവസം ഞാൻ റോമിലായിരുന്നു. ഞാൻ രൂപതയുടെ ജലാലക്ഷനെ മോൺസിഞ്ഞോർ തടുത്തലിനെ പ്രത്യേകം നിയോഗപ്പെടുത്തുകയും അദ്ദേഹം പിതാവിൻ്റെ സംസ്കാര ശുശ്രൂഷകളിൽ അത്യന്തം പല രൂപതയ്ക്ക് വേണ്ടി പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഈ കുർബാന പിതാവിൻ്റെ സത്യസന്ധമായ ആ ജീവിതത്തിൻ്റെ നിഷ്കളങ്കമായ പെരുമാറ്റ ശൈലികളുടെയൊക്കെ ഒരു ഓർമ്മ നമ്മളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാനുള്ള അവസരമായിട്ട് ഞാൻ കരുതുകയാണ്. ഞാൻ ചുരുങ്ങിയ നിമിഷങ്ങളെ എടുക്കുന്നുള്ളൂ. എനിക്ക് ഉച്ചയ്ക്ക് തന്നെ 1-2 മറ്റു കാര്യങ്ങൾ അടിയന്തരമായിട്ട് രൂപതാ കേന്ദ്രത്തിലുണ്ട്. മാമലശ്ശേരി പിതാവ് എല്ലാവർക്കും സ്വീകാര്യനായ ഒരു വ്യക്തിയായിരുന്നു. വ്യക്തിപരമായിട്ട് പിതാവ് എന്നോട് വലിയ സ്നേഹവും അടുപ്പവും കാണിച്ചിട്ടുണ്ട്. ഒരു വല്യപ്പൻ കൊച്ചുമകനോട് കാണിക്കുന്ന ആ ഒരു ഇഷ്ടമാണ് പിതാവ് എവിടെ വെച്ച് കണ്ടാലും എന്നോട് വ്യക്തിപരമായിട്ട് കാണിച്ചിട്ടുള്ളതും. ആ വിധത്തിലാണ് എന്നെ പിതാവ് എന്നും കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളതും. മാമലശ്ശേരി പിതാവ് വലിയൊരു പ്രഗത്ഭനായ മെത്രാനായിരുന്നു. CBCIയിൽ പിതാവിൻ്റെ സാന്നിധ്യം എല്ലാവരും നോക്കിപ്പാർത്തിരിക്കുമായിരുന്നു. പിതാവിനെ കാണാൻ, പിതാവിനെ കേൾക്കാൻ, പിതാവിൻ്റെ തമാശകൾ ആസ്വദിക്കാൻ ഒക്കെ. പിതാവ് ദീർഘമായ വർഷങ്ങൾ എല്ലാം ഇവിടെ കുർബാനയ്ക്ക് മുമ്പ് അച്ഛൻ പറഞ്ഞു, വൈദികൻ എന്ന നിലയിലും മേലധ്യക്ഷൻ എന്ന നിലയിലും ട്യൂറ രൂപതയുടെ സമഗ്രമായ വളർച്ചയ്ക്ക് ഇടയാക്കി. അദ്ദേഹം മെത്രാനായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടത് ആർച്ച് ബിഷപ്പ് ഹൂബർട്ട് റൊസാറിയോ SDBയിൽ നിന്നാണ്. പ്രധാന കാർമ്മികനായിട്ട് അന്നത്തെ ഷില്ലോം ഗുവാഹട്ടി ആർച്ച് ബിഷപ്പായിരുന്ന മെത്രാപ്പൊലീത്തയാണ്. അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ സഹകാർമ്മികനായിട്ട് നമ്മുടെ തന്നെ രൂപതക്കാരനായ മിറ്റത്താനി പിതാവ് കോൺസെക്രേറ്ററായിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റൊരു ബിഷപ്പ് ഉറേസ്. അന്ന് അറിയപ്പെട്ടിരുന്ന 3 പ്രഗത്ഭരായ മെത്രാന്മാരാണ് ഇവർ. അത് ഗുവാഹട്ടി അതിരൂപതയുടെ മേഖലയിൽ നിന്നും, ലത്തീൻ സഭയുടെ ഭാഗത്തു നിന്നും, സുറമലബാർ സഭയുടെ പാലായുടെ ഭാഗത്തു നിന്നുമുള്ള പ്രാതിനിധ്യം പരിഗണിച്ചാണ് ആ പ്രഗത്ഭരായ മെത്രാന്മാരുടെ കൈവെപ്പ് വഴി ഈശോയുടെ മേലധ്യക്ഷ തിരുപ്പട്ടം സ്വീകരിക്കാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട പിതാവിന് ഇടയായത്. അദ്ദേഹം ട്യൂറ രൂപതയുടെ ആദ്യത്തെ മെത്രാനായിരുന്നു. മേഘാലയ, ഗുവാഹട്ടി എല്ലാം നമ്മെ സംബന്ധിച്ച് അത്ര സുപരിചിതമായ ഒരു മേഖലയല്ല. എങ്കിലും ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും തന്നെ ആ ദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവരും അവിടെയുള്ള ക്രൈസ്തവ സാന്നിധ്യം നമ്മളുടെ പിതാവ് വഴി എത്രമാത്രം ശക്തിപ്പെട്ടു എന്നുമൊക്കെ നന്നായിട്ട് അറിയാവുന്നവരാണ്. അതുകൊണ്ട് പിതാവിൻ്റെ 41 ദിവസങ്ങൾ മനസ്സിൽ കണ്ട് ഇവിടെ കുർബാനയിലായിരിക്കുമ്പോൾ ഈ ട്യൂറ രൂപതയുടെ സമഗ്രമായ ഒരു രൂപവൽക്കരണത്തിനും വികസനത്തിനുമെല്ലാം ഇടയാക്കിയ ഒരു വലിയ മിഷണറി പിതാവിനെയാണ് നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നത്. ഞാൻ പിതാവിനെ കാണുന്ന അവസരങ്ങളിലെല്ലാം പിതാവ് നമ്മളെ കെട്ടിപ്പിടിച്ച് വലിയ വാത്സല്യം കാണിക്കും. എപ്പോഴും ഒരു മിഷണറി സീല് നിറഞ്ഞു നിന്ന മെത്രാനച്ഛനായിരുന്നു അദ്ദേഹം.
നമുക്ക് അത്ഭുതം തോന്നും. നമ്മളോട് വർത്തമാനം പറയുമ്പോഴും പാലായിൽ വരുമ്പോഴും CBCയിൽ വന്നിരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറയെ മേഘാലയയാണ്, ട്യൂറ ആണ്, അല്ലെങ്കിൽ ആ ദേശം മുഴുവനും എപ്പോഴും എങ്ങനെ തന്നോട് ബന്ധപ്പെട്ട് നിൽക്കുന്നു, തനിക്ക് ഏതെല്ലാം വിധത്തിൽ അവരുമായിട്ട് ഇടപെടാൻ സാധിക്കുമെന്നുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നിരന്തരമായിട്ട് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ആരംഭകാല ശുശ്രൂഷ മുതൽ മേഘാലയ ഒരുപാട് മലമ്പ്രദേശമുണ്ട്. ഗാരോ ഹിൽസ് എന്ന് പറയുന്ന മേഖല അതീവ സുന്ദരമായൊരു സ്ഥലമാണ്. നമുക്ക് പാലക്കാർക്ക് മലയോരങ്ങളൊന്നും പ്രയാസമുള്ള സ്ഥലമല്ല. അവിടെയെല്ലാം നടന്ന് മലകൾ കയറി ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ ചെറിയ സ്ലീവാകൾ കുരിശ് സ്ഥാപിച്ച് മിഷൻ കേന്ദ്രങ്ങൾ രൂപവൽക്കരിച്ച് കുഞ്ഞ് ഡിസ്പെൻസറികൾ തയ്യാറാക്കി വലിയ പള്ളികൾ പണിയിപ്പിച്ച് വലിയ ആശുപത്രികൾ നിർമ്മിച്ച് വലിയ പുരോഹിതന്മാരുടെ സമ്മേളനങ്ങൾ പ്രസ്ബിറ്റേറിയങ്ങൾ വിളിച്ചുകൂട്ടി അവിടെയുള്ള പൊതുജനങ്ങളുടെ മനസ്സ് തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അത് സാധാരണഗതിയിൽ ഒരുപാട് എലമെൻറ്റ്സ് അങ്ങനെ ഒന്നിച്ചു ചേരാൻ എളുപ്പമല്ല. എന്നെ കാണുമ്പോഴൊക്കെ പിതാവ് ചെറിയ തമാശകളും അല്ലെങ്കിൽ ദൈവശാസ്ത്രപരമായ കാര്യങ്ങളൊക്കെ ലത്തീൻ ഭാഷയിൽ കുഞ്ഞ് അപ്തവാക്യങ്ങൾ എപ്പോഴും പറയുമായിരുന്നു. പിതാവിനതൊരു കൗതുകമായിരുന്നു. അങ്ങനെ പിതാവിനെ കേൾക്കാൻ എനിക്കും അത് കൗതുകമായിരുന്നു. കാണുമ്പോഴൊക്കെ പറയുമായിരുന്നു, സൂക്ഷിച്ചോളണം, ഇന്നത്തെ കാലം സർച്ചീന എപ്പിസ്കോപ്പാലിസ് എന്ന് അഗസ്തീനോസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. പിതാക്കന്മാരുടെ ബേർഡൻ സർച്ചീന. പിതാവ് പറയുമായിരുന്നു, പണ്ട് ഒരു പിതാവ് ആരും കയറി ഉപദ്രവിക്കുകയില്ല, നമുക്ക് പ്രാർത്ഥിച്ച് ഒരുങ്ങി ഒക്കെ മുമ്പോട്ട് പോയാൽ മതി. ഇന്ന് അങ്ങനെയല്ല, ഒരുപാട് ബേർഡൻസ് നമുക്കുണ്ടാകും. എന്ത് സംഭവിച്ചാലും ലോകത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശുശ്രൂഷയിൽ കൂടി ബന്ധപ്പെട്ട എവിടെയെങ്കിലും ആർക്കെങ്കിലും എന്ത് സംഭവിച്ചാലും അതെല്ലാം അവസാനം മെത്രാനച്ചനാണ് കാരണക്കാരൻ, മെത്രാനച്ചൻ ശ്രദ്ധിച്ചില്ല തുടങ്ങിയ ആരോപണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ടാണ് പിതാവ് എപ്പോഴും പറയുന്ന ഈ സർച്ചീന എപ്പിസ്കോപ്പാലിസ്, എപ്പിസ്കോപ്പൽ ബേർഡൻ ഒരുപാട് വന്ന് നമ്മളെ പിടിച്ച് കുലുക്കി തകർത്ത് കളയും. അത് ശ്രദ്ധിക്കണം. നമുക്ക് മാറി നിൽക്കാനൊക്കെയില്ല, പക്ഷേ ആ ഒരു കാര്യത്തെക്കുറിച്ച് ജാഗ്രത വേണം എന്ന് പിതാവ് എപ്പോഴും പറയുമായിരുന്നു. പിതാവ് അഗസ്തീനോസിനെ നന്നായിട്ട് വായിച്ച് പഠിച്ച് ഹൃദയത്തിലെടുത്തിട്ടുള്ള ആളായിരുന്നു. അഗസ്തീനോസിൻ്റെ മറ്റൊരു പ്രയോഗ ശൈലിയാണ്, നമ്മൾ പഠിപ്പിക്കുന്നതെല്ലാം ഉള്ളിൽ നിന്ന് പഠിപ്പിക്കണം. എ ബിഷപ്പ് മസ്റ്റ് ബി എ മജിസ്റ്റർ ഇൻറ്റീരിയോർ. പലപ്പോഴും പറയുമായിരുന്നു. നമ്മൾ ആത്മീയ മനുഷ്യരാണ്. നമുക്കിപ്പം ഒരു ആധുനിക കാലത്തെ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിൻ്റെയൊക്കെ വലിയ എക്സ്പെർട്സായിട്ടുള്ള അച്ഛന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും പറയാനായിട്ട് ഒരു മെത്രാനെന്ന നിലയിൽ സാധിച്ചു എന്ന് വരികയില്ല. പക്ഷേ നമ്മൾ ഉള്ളിൽ നിന്ന് പഠിപ്പിക്കുന്ന, ഈശോയെ കൊടുക്കുന്ന ശുശ്രൂഷകരാകണം. ഒരു മിഷണറി മെത്രാനെന്ന നിലയിൽ, അതും ട്യൂറ രൂപതയുടെ ഗോവാട്ടി പ്രദേശത്തിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിലെല്ലാം ഉള്ളിൽ നിന്ന് പഠിപ്പിക്കുന്ന അധ്യാപകനായിട്ട് ജീവിക്കണമെന്ന് പിതാവ് മെത്രാന്മാരെ ഓർമ്മിപ്പിക്കുമ്പോൾ അത് പിതാവ് ജീവിച്ച് അനുഭവിച്ച ആ ഒരു ആധ്യാത്മികതയുടെ ഫലമായിട്ട് പറയുന്നത് തന്നെയാണ്. പിതാവിൻ്റെ രൂപതയിലേക്ക് സലേഷ്യൻ സിസ്റ്റന്മാരെയും ജെസ്യൂട്ട്സിനെയും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട സിസ്റ്റേഴ്സും ഉണ്ടായിരുന്നു. ഈ കുർബാനയിലും സിസ്റ്റേഴ്സ് അനേകർ പങ്കെടുക്കുന്നുണ്ട്. അതെല്ലാം പിതാവ് വ്യത്യസ്ത വൈദിക സമൂഹങ്ങളോടും സമർപ്പിതരോടും കാണിച്ച ആ ഒരു വലിയ താല്പര്യത്തിൻ്റെ അടുപ്പത്തിൻ്റെ ഫലമായിട്ടാണ്. അദ്ദേഹം നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വളരെ നൈപുണ്യമുള്ള ആളായിരുന്നു. ഒരുപക്ഷേ ഇവിടെ വീട്ടിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്നൊക്കെ കണ്ടുപിടിച്ചതായിരിക്കാം. നന്നായിട്ട് പണിയുക, അതിനുവേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ എഞ്ചിനീയർ ബിഷപ്പ് എന്ന് അദ്ദേഹത്തെ എപ്പോഴും വിളിക്കുമായിരുന്നു. CBC വരുമ്പോഴും വരുന്നു നമ്മുടെ എഞ്ചിനീയർ ബിഷപ്പ് എന്ന് അദ്ദേഹത്തെ അറിയാവുന്ന മെത്രാന്മാരൊക്കെ പറയും. അതൊരു അദ്ദേഹം കൊണ്ടു നടക്കുന്ന ഒരു പേരാണല്ലോ. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പേരും വീട്ടുപേരും അതിനെല്ലാം അപ്പുറത്ത് അദ്ദേഹം
അദ്ദേഹത്തിന് മറ്റുള്ളവർ ചാർത്തിയ ഒരു പേരാണ് എഞ്ചിനീയർ ബിഷപ്പ്. അദ്ദേഹത്തിൻ്റെ ബൗദ്ധികമായ സാമർഥ്യവും എല്ലാ മേഖലകളിലും അദ്ദേഹം ഇടപെട്ട് ഇവിടെ ഒന്നുമില്ലായിരുന്നല്ലോ, കാര്യമായിട്ടൊന്നുമില്ലായിരുന്നു. ആ വിജനപ്രദേശം പോലെ കടന്നെടുത്ത് സ്ഥാപനങ്ങൾ മാത്രമല്ല ശക്തമായ ഒരു സഭ അവിടെ സ്ഥാപിച്ചു അദ്ദേഹം വഴി. അതാണല്ലോ ഒരു മേലധ്യക്ഷൻ്റെ ഉള്ളിൽ നിന്നുള്ള പഠിപ്പിക്കലിൻ്റെ ഫലമായിട്ട് ഉണ്ടാകേണ്ടതും. അത് പള്ളികളായിട്ടും പള്ളിക്കൂടങ്ങളായിട്ടും ആശുപത്രികളായിട്ടും മഠങ്ങളായിട്ടും ആതുരാലയങ്ങളായിട്ടും എല്ലാം രൂപം പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അതെല്ലാം വലിയ നിശ്ചയദാർഢ്യത്തിൻ്റെയും കർത്താവിനോടുള്ള അടുപ്പത്തിൻ്റെയും ഒക്കെ ഫലമായിട്ട് പിതാവ് ജീവിച്ച ജീവിത ശൈലിയുടെ ഭാഗമാണ്. വളരെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പിതാവായിരുന്നു. CBCക്കൊക്കെ വരുമ്പോൾ വലിയ സെഷൻസ് എല്ലാം കഴിയുമ്പോൾ പിതാവിടെ മൂലയ്ക്ക് വന്തയും എടുത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണാമായിരുന്നു. വലിയ മാൻ ഓഫ് പ്രയർ എന്ന് നമുക്ക് അദ്ദേഹത്തെ എപ്പോഴും വിശേഷിപ്പിക്കാം. ഭക്ഷണത്തിന് വന്നിരിക്കുമ്പോൾ എപ്പോഴും വിറ്റ്സ് ആൻഡ് ഹ്യൂമേഴ്സ്, വലിയ തമാശകളും പൊട്ടിച്ചിരികളുമായിട്ടാണ് പിതാവ് തീന്മേശയിലേക്ക് വരുന്നത്. വളരെ വിനയപൂർവമായ ജീവിത ശൈലി, വസ്ത്രധാരണം, വാക്കുകൾ, അതെല്ലാം സുവിശേഷ ചൈതന്യം കൊണ്ട് നിറഞ്ഞ ഉടുപ്പും ചെരുപ്പും വാക്കുകളും തമാശകളുമായിട്ടാണ് എനിക്ക് പിതാവിനെ മനസ്സിലാക്കാൻ സാധിച്ചത്. വളരെ നിഷ്കളങ്കനായ ഒരു പിതാവ്. നമുക്കെപ്പോഴും എന്തും നമ്മളുടെ ഏത് കാര്യങ്ങളും പിതാവിനോട് സംസാരിക്കാം. നമ്മളോടും ഞാൻ ആദ്യം മുതൽ പറഞ്ഞല്ലോ ആ ഒരു അടുപ്പം എപ്പോഴും കാണിച്ചിരുന്നു. പിതാവ് വാസ്തവത്തിലൊരു ഡിവൈൻ ഹ്യൂമനിസം അദ്ദേഹത്തിലുണ്ടായിരുന്നു. ദൈവികമായ ഒരു മാനവികത, ഒരു ഡിവൈൻ ഹ്യൂമനിസത്തിൻ്റെ ഒരു ഐക്കണായിരുന്നു അദ്ദേഹം. എപ്പോഴും അദ്ദേഹം നല്ല മനുഷ്യൻ, പക്ഷേ ദൈവികമായ ആ ഒരു ഗുണമേന്മയുള്ള മനുഷ്യൻ. ഒപ്പം അദ്ദേഹത്തിൻ്റെ തമാശകളും അതുപോലുള്ള ഇടപെടൽ ചാതുരിയുമെല്ലാം. ഹി വാസ് എ മാൻ ഓഫ് സോഷ്യൽ ഗ്രേസ് ഓൾസോ. സോഷ്യൽ ഗ്രേസ് എപ്പോഴും ഉണ്ട്. അല്ലാതെ മുഖം വീർപ്പിച്ച് ആരുടെയും നേരെ നോക്കാതെ എല്ലാവരോടും ദേഷ്യപ്പെട്ട് എനിക്കെൻ്റെ കാര്യമുണ്ടെന്ന് പറഞ്ഞ് ഒരിക്കലും അദ്ദേഹം പോവുകയില്ല. ആരെവിടെ വെച്ച് കണ്ടാലും അവരെല്ലാം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരാണ്. അതാണല്ലോ ഒരു സോഷ്യൽ ഗ്രേസ് എന്ന് പറയുന്നത്. അദ്ദേഹം ഡിവൈൻ ഹ്യൂമനിസം കൊണ്ടു നടന്നപ്പോഴും അദ്ദേഹം സോഷ്യൽ ഗ്രേസിൻ്റെ മേലധ്യക്ഷൻ കൂടിയായിരുന്നു, പിതാവ് കൂടിയായിരുന്നു. അങ്ങനെ വിശാലമായ നോർത്ത് ഈസ്റ്റിനെ കർത്താവിൻ്റെ സഭയിലേക്ക് കൊണ്ടുവരുവാനും അവിടെയെല്ലാം ഈശോയെ കൊടുക്കുവാനും ഒക്കെ കഴിഞ്ഞത് നമുക്കും അഭിമാനമാണ്. ഈ ഇടവകയ്ക്ക് അഭിമാനമാണ്, കലാരൂപതയ്ക്ക് അഭിമാനമാണ്. വലിയ കാരണവരായിട്ട് CBCIയിൽ നിറഞ്ഞു നിന്ന, മേഘാലയത്തിൽ നിറഞ്ഞു നിന്ന ഒരു മേലധ്യക്ഷൻ എന്ന നിലയിൽ നമ്മളുടെയും ഹൃദയത്തിലുണ്ട്. അദ്ദേഹം എനിക്ക് പലപ്പോഴും കത്തുകൾ എഴുതുമായിരുന്നു. തമാശകൾ പറഞ്ഞും കാര്യങ്ങൾ പറഞ്ഞും പാലായിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞും നിരന്തരമായിട്ട് എഴുതുമായിരുന്നു. ആ കത്തിൻ്റെ എല്ലാ അവസാനം അദ്ദേഹം എഴുതുന്നൊരു ലത്തീൻ വാക്യം ഒറേമൂസ് പ്രോ ഇൻ വീച്ചം. ഒറേമൂസ്, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രോ ഇൻ വീച്ചം, പരസ്പരം. എല്ലാ കത്തിൻ്റെയും അവസാനം ഈ ലത്തീൻ വാക്യം എഴുതി അദ്ദേഹം പ്രാർത്ഥനയിലേക്കും ലത്തീൻ ഭാഷയിലേക്കും എല്ലാം നമ്മളെ കൊണ്ടുവരികയാണ്. മറ്റുള്ളവർക്ക് എഴുതുന്ന കത്തുകൾ അങ്ങനെയാണോ എന്ന് ഞാൻ പരിശോധിച്ചുള്ളൂ, എനിക്കറിയത്തില്ല. കത്ത് തുടങ്ങുന്നത് ലാറ്റിൻ എക്സ്പ്രഷൻസ് വഴിയാണ്. കത്ത് അവസാനിപ്പിക്കുന്നത് ഈ പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞ് ഒറേമൂസ് പ്രോ ഇൻ ബീച്ചം, പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം, പ്രാർത്ഥനയിലൂടെ നമ്മൾ ബലപ്പെടണം എന്ന് പറഞ്ഞപ്പോൾ എന്തോ ഒരു വലിയൊരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ബൗദ്ധികമായ മേന്മ, എൻജിനീയറിംഗ് തലത്തിലുള്ള ആ ഒരു മികവ്, ഗ്രാസ് റൂട്ട് ലെവലിൽ നിൽക്കുന്ന ഒരു മിഷണറി, എപ്പോഴും തമാശ പറയാൻ പറ്റുന്ന അതിന് പ്രാപ്തിയുള്ളയാൾ, സോഷ്യൽ ഗ്രേസിൻ്റെ ഉടമ. അതുപോലെ തന്നെ രാജ്യത്ത് അവിടെ ഉടനീളം എല്ലാവരും തമ്മിൽ നല്ല സൗഹാർദ്ദം, മനുഷ്യമൈത്രി, മതമൈത്രി തുടങ്ങിയ കാര്യങ്ങളൊക്കെ അത് ഉറപ്പാക്കുന്ന ഒരാൾ. അതാണല്ലോ ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ ആ ദേശത്ത് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത ഒരു ലീഡർഷിപ്പ് നൽകിയ വ്യക്തിയായിരുന്നു
നമ്മുടെ പ്രിയപ്പെട്ട പിതാവ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എല്ലാവർക്കും വലിയ താല്പര്യം. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലേക്ക് ഞാൻ സമയപരിമിതി മൂലം കടക്കുന്നില്ല. അദ്ദേഹം വെറുതെ ഒരു പാസ്റ്റർ മാത്രമല്ലായിരുന്നു. ഒരു പാസ്റ്ററായിരിക്കുക എന്നുള്ളത് എളുപ്പമാണ്. നമ്മൾ കുർബാന ചൊല്ലി ആളുകളെ കണ്ടു, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സാക്രമെൻ്റലായിട്ട് ചെയ്തു കൊടുത്തു. അത് എളുപ്പമല്ല, ആ രീതിയിൽ അങ്ങ് പോകാം. ഈ മാമലശ്ശേരി പിതാവ് എപ്പോഴും മനുഷ്യരെ പിടിക്കുന്ന മുഖവനായിരുന്നു. അത് കുറച്ചുകൂടെ പ്രയാസമുള്ള കാര്യമാണ്. ഇന്നത്തെ തീർച്ചയായിട്ടും നമ്മൾ കണ്ടല്ലോ, മനുഷ്യരെ പിടിക്കുന്ന മുഖവൻ, പെസ്കാത്തോരിസ് ഓമിനം. അതാണ് നമ്മുടെ പ്രയാസമുള്ള ടാസ്ക്. എവിടെ വെച്ച് ആരെ കണ്ടാലും ആ മനുഷ്യനിൽ ഒരു ദൈവ ചിന്ത കൊടുക്കാനും അങ്ങനെ ആ മനുഷ്യന് അദ്ദേഹത്തിൻ്റെ ദുഃഖങ്ങളിൽ അല്പം ഒന്ന് കുറയ്ക്കാനും നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ മനുഷ്യരെ പിടിക്കുന്ന മുഖവരാകുന്നത്. ഈശോദാണല്ലോ പറഞ്ഞത്, നിങ്ങൾ മീൻപിടുത്തക്കാരാണ്, അത് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. എൻ്റെ കൂട്ടത്തിൽ വരുവാണെങ്കിൽ മനുഷ്യരെ പിടിക്കുന്ന മുഖവന്മാരാക്കാം. അത് മാമലശ്ശേരി പിതാവ് നന്നായിട്ട് ജീവിതത്തിലുടനീളം അദ്ദേഹം എന്ന ആ പാഠപുസ്തകം തന്നെ അതാണ്, മനുഷ്യരെ പിടിച്ച മുഖവൻ. അത് ഈ മെഹാലയത്തിലും ചുറായിലും ഇവിടെ നാട്ടിൽ വരുമ്പോഴും, നാട്ടിലെ അവസാന വർഷങ്ങളിൽ കുറേ നാളുകൾ അദ്ദേഹത്തിന് വരാനായിട്ട് സാധിച്ചില്ല. ആ അവസരങ്ങളിലെല്ലാം അദ്ദേഹം ചെയ്തിരുന്ന ശുശ്രൂഷ ഏതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനൊരു അൺഎക്സ്പെക്റ്റഡ് ക്യാച്ച്, ചൂണ്ടയിടുന്നത്, വല വീശുന്നത് നമ്മൾ മീനിനെ കണ്ടേച്ച് ഒന്നുമല്ലല്ലോ, ചുമ്മാ നമ്മൾ എറിയുകയാണ് വലയെ. അൺഎക്സ്പെക്റ്റഡായിട്ട് അതിൽ മത്സ്യങ്ങൾ കയറാം. അതാണ് ഇന്ന് നമ്മൾ കണ്ടതും സുവിശേഷത്തിൽ. ഒരുപാട് മത്സ്യങ്ങൾ വന്ന് അതിൽ കയറുകയാണ്. ചൂറ രൂപതയാകുന്ന വലയ്ക്കുള്ളിൽ നമ്മൾ കാണുന്നതാണ്. പിതാവ് വീശിയ ആ വല, അത് നിറയെ മത്സ്യങ്ങൾ, ആളുകൾ, പ്രസ്ഥാനങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികളെല്ലാം കയറി. അങ്ങനെ അത് ഏവർക്കും ഇമ്പകരമായ ഒരു വലിയ പ്രസ്ഥാനമായിട്ട് മാറി. മേഘാലയ യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ് 2019 നൽകിയുണ്ടായി. അപൂർവമായിട്ട് മാത്രമാണ് അങ്ങനെയുള്ള കാര്യവും സംഭവിക്കുക. ഒരു മെത്രാന് ഒരു ഓണററി ഡോക്ടറേറ്റ് കിട്ടുക എന്നുള്ളത് വളരെ അപൂർവമായ കാര്യമാണ്, അസാധ്യമായ കാര്യം കൂടിയാണ്. ഒരു PhD നമ്മൾ പൗത്തിൽ പിതാവിന് വടവാതൂർ സെമിനാരി അങ്ങനെ ഓണററി ഡോക്ടറേറ്റ് കൊടുക്കുകയുണ്ടായി. നമ്മുടെ സർവ്വ മലബാർ സഭയിൽ എന്തുമാത്രം പിതാക്കന്മാരുണ്ട്. അദ്ദേഹത്തെ മാത്രമേ അതിനുവേണ്ടി പൗരസ്ത്യ വിദ്യാപീഠം കണ്ടെത്തിയുള്ളൂ. അതുപോലെയാണ് ഈ യൂണിവേഴ്സിറ്റിയും, മേഘാലയ യൂണിവേഴ്സിറ്റി നമ്മുടെ പിതാവിന്, മാമലശ്ശേരി പിതാവിന് ഓണററി PhD നൽകിയത്. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് ടു എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, സോഷ്യോ എക്കോ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റ്, ആ മേഖലയിലൊക്കെ പിതാവിൻ്റെ സാന്നിധ്യം, ഇടപെടൽ പരിഗണിച്ചുകൊണ്ടാണ്. അത് യൂണിവേഴ്സിറ്റി ഒരിക്കലും മറക്കുകയില്ല. ആ യൂണിവേഴ്സിറ്റി ഉള്ളത്തോളം കാലം ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD കിട്ടിയ ഒരാളെന്ന നിലയിലും, അത് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ, ആരോഗ്യ പരിപാലന, സാമൂഹ്യക്ഷേമ, പാരിസ്ഥിതിക കാര്യങ്ങളിലൂടെല്ലാം ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളിൽ അത് ഒരു അൺഎക്സ്പെക്റ്റഡ് ക്യാച്ചാണല്ലോ. അദ്ദേഹമാകുന്ന ആ വലയിൽ ഈ യൂണിവേഴ്സിറ്റി കണ്ട കാര്യമാണ്. അങ്ങനെ വളരെ സമഗ്ര സ്വഭാവത്തോടു കൂടി ജീവിക്കുകയും അതേസമയം നിഷ്കളങ്കനായ ഒരു കുഞ്ഞിനെ പോലെയായിരുന്നു അദ്ദേഹം. നിഷ്കളങ്കനായ ഒരു ആളായിരുന്നു. അതാണ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആ ഒരു തനിമ, ഒരു ഡിവൈൻ ഹ്യൂമനിസം, ദൈവികമായ ആ ഒരു മാനവികത, സോഷ്യൽ ഗ്രേസ്, സുതാര്യത എല്ലാം നമുക്ക് അദ്ദേഹത്തിന് പഠിച്ചെടുക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് അദ്ദേഹമായിട്ട് ഓർക്കാം. അദ്ദേഹത്തെ സംഭാവന ചെയ്ത ഈ തറവാടിനെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. മാമലശ്ശേരി തറവാട്, പിതാവിൻ്റെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ വളരെ താല്പര്യപൂർവ്വമാണ് കുടുംബാംഗങ്ങൾ വന്ന് ഇന്നിവിടെ വന്നൊരു കുർബാന അർപ്പിക്കണം. എനിക്ക് ഒരുപാട് അസൗകര്യങ്ങളുണ്ടായിരുന്നെങ്കിൽ ഞാൻ പിതാവിൻ്റെ ഹൃദയത്തിലുള്ള ഒരു പിതാവാണ്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പം വിചാരിച്ചോടും ചോദിച്ചിരുന്നു, 1 മണിക്കൂർ പുറകോട്ട് വെക്കാൻ പറ്റുവാക്കൽ, എനിക്ക് മറ്റു പരിപാടികൾ അപ്രതീക്ഷിതമായിട്ട് വന്നു. അപ്പോൾ വിചാരിച്ചും പറഞ്ഞു അത് വേണ്ടായിരിക്കും പിതാവ് എങ്ങനെയെങ്കിലും സമയത്ത് വന്ന് കുർബാന ചെല്ലുകയാണെന്നല്ല. ഞാൻ പിന്നെ വിചാരിച്ചിനോട് പറഞ്ഞു, നിങ്ങളോട് പറയണ്ട, സമയം മാറ്റാമെന്ന് ചോദിക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് പോയത്. ഞാൻ ഈ പരിശുദ്ധ കുർബാന കഴിയുന്നത് ഞാൻ പോവും. പിതാവിന് വേണ്ടി ഇവിടെ വന്ന് ഈ പരിശുദ്ധ കുർബാന
അർപ്പിക്കാനായിട്ട് സാധിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. നിങ്ങൾ വീട്ടുകാരും ബഹുമാനപ്പെട്ട വികാരിച്ചനും വലിയ താല്പര്യം അതിനകത്തെടുത്തു. നിങ്ങളെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. നിങ്ങളെല്ലാവരെയും പരിശുദ്ധ അൽഫോൻസാമ്മയ്ക്ക് സമർപ്പിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.